ടൂറിസം വികസനത്തിന്റെ അനന്ത സാധ്യതകൾ തേടുമ്പോഴും ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാട് ലഹരി മാഫിയ പിടിമുറുക്കുന്നു. അത്യന്തം മാരകമായ MDMA ഉൾപ്പെടെ വിറ്റഴിക്കാനുള്ള രഹസ്യ കേന്ദ്രമായി കണ്ണൂരിനും തലശ്ശേരിക്കും മധ്യേയുള്ള ഈ പ്രധാന കടലോര ടൂറിസം കേന്ദ്രത്തെ മാറ്റിയിരിക്കുകയാണ്. 4 കിലോമീറ്റർ നീളമുള്ള കടലോരത്തിന്റെ ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നത്. ഇവിടെ മയക്കുമരുന്ന് വാങ്ങാനും വിൽക്കാനുമായി വാഹനങ്ങളിലാണ് യുവാക്കൾ എത്തുന്നത്. മുഴുപ്പിലങ്ങാട്, എടക്കാട് പ്രദേശങ്ങളിൽ വീട്ടിൽ ഒളിപ്പിച്ച മയക്കുമരുന്നുകളുമായി നിരവധി യുവാക്കളെയാണ് എക്സൈസ് പിടികൂടിയത്. ലഹരിയുടെ ഉപയോഗം കാരണം നിരവധി യുവാക്കളാണ് മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചത്. എടക്കാട് പോലീസിന് കടന്നു ചെല്ലാൻ കഴിയാത്ത പ്രദേശങ്ങളിലാണ് മയക്കുമരുന്ന് മാഫിയകൾ തമ്പടിക്കുന്നത്. കടലോരത്ത് ഉന്തുവണ്ടികളിൽ വരെ ഇവർക്കായി ചെറുപൊതികൾ വിൽക്കുന്ന ഏജന്റുമാരുമുണ്ട്. രാത്രികാലങ്ങളിൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനാ പ്രവർത്തകരുടെ രഹസ്യയോഗങ്ങളും ആയുധ പരിശീലനവും നടക്കുന്നതായി ആരോപണങ്ങളുണ്ട്. CPM ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് മുഴുപ്പിലങ്ങാട്. എന്നാൽ ഡ്രൈവിൻ ബീച്ചിലും എടക്കാട് പരിസരങ്ങളിലും നടക്കുന്ന മയക്കുമരുന്ന് വിൽപ്പനയിൽ പാർട്ടിയുമായി ബന്ധമുള്ളവർ പോലും ഉൾപ്പെടുന്നത് നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. 18നും 30നും ഇടയിൽ പ്രായമുള്ളവരാണ് മയക്കുമരുന്ന് മാഫിയയുടെ വലയിലാവുന്നത് എന്നാണ് എക്സൈസ് പറയുന്നത്. രാത്രി ഏറെ വൈകി ബീച്ച് പരിസരങ്ങളിൽ കറങ്ങി നടക്കുന്ന യുവാക്കളെയാണ് മയക്കുമരുന്ന് മാഫിയ ആദ്യം മയക്കുമരുന്ന് നൽകി വശീകരിച്ച് പിന്നീട് തങ്ങളുടെ കാരിയർമാരായി ഉപയോഗിക്കുന്നത്. ഒരു വശത്ത് വൻ ടൂറിസം പദ്ധതികൾ നടക്കുമ്പോഴും മറുവശത്ത് മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കുന്നത് വിനോദസഞ്ചാരികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഡ്രൈവിൻ ബീച്ചിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതോടെ ഏറെ പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ വിനോദസഞ്ചാരികൾ. ബീച്ചിന്റെ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിക്കാനുള്ള പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. 4.5 കിലോമീറ്ററിലേറെ ഡ്രൈവ് ചെയ്തു പോകാനാകുന്ന ബീച്ചിനോട് ചേർന്ന് ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോം ഇപ്പോൾ തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ബീച്ചിന്റെ വടക്കേ അറ്റത്തു നിന്ന് തുടങ്ങി 1 കിലോമീറ്റർ നീളത്തിലും 18 മീറ്റർ വീതിയുമുള്ള പ്ലാറ്റ്ഫോമാണ് നിർമ്മിച്ചത്. 25 മീറ്ററോളം ആഴത്തിൽ പൈലിംഗ് നടത്തി അതിനു മുകളിൽ സ്ലാബ് വാർത്തെടുത്താണ് പ്ലാറ്റ്ഫോം നിർമ്മിച്ചത്. പ്ലാറ്റ്ഫോമിൽ നിന്നും 600 മീറ്ററിനുള്ളിൽ വെച്ച് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യവുമുണ്ട്. സഞ്ചാരികൾക്ക് ഇരിപ്പിടം, കുട്ടികൾക്കായുള്ള കളിയിടം, നടപ്പാത, സൈക്കിൾ ലൈൻ, ഭക്ഷണശാല, സെക്യൂരിറ്റി ക്യാബിൻ, ശൗചാലയം എന്നീ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. നിലവിൽ 700 മീറ്ററോളം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. 700 മീറ്ററിലെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. മുഴുപ്പിലങ്ങാട്, ധർമ്മടം ബീച്ചുകളിൽ 4 ഘട്ടങ്ങളിലായി 233.71 കോടിയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. 2ാം ഘട്ട വികസനം മുഴുപ്പിലങ്ങാട് ബീച്ചിന്റെ തെക്കേ ഭാഗത്തു നിന്നാണ് തുടങ്ങുക. ബീച്ച് ആക്ടിവിറ്റിക്കുള്ള സൗകര്യം, റെസ്റ്റോറന്റ്, വാട്ടർ സ്പോർട്സ് എന്നിവ ഈ ഭാഗത്തുണ്ടാകും. 3ാം ഘട്ടത്തിൽ ധർമ്മടം ബീച്ചിനെ ബന്ധിപ്പിച്ചിട്ടുള്ള ടൂറിസം സർക്യൂട്ടാണ് വിഭാവനം ചെയ്യുന്നത്. 4ാം ഘട്ടത്തിൽ ധർമ്മടം തുരുത്തിൽ നിന്നും വികസന പ്രവർത്തികൾ തുടങ്ങും. ടൂറിസം മേഖലയിൽ വടക്കേ മലബാറിന്റെ സെൻട്രൽ പോയിന്റായി മാറാനൊരുങ്ങുകയാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച്. ദേശീയപാത നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നതിനോടൊപ്പം മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിന്റെ വികസനവും കണ്ണൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളും ടൂറിസം വകുപ്പും. ഇതിനിടയിലാണ് മയക്കുമരുന്ന് സംഘങ്ങൾ ഈ ഏരിയയെ പിടിമുറുക്കുന്നത്.